ഹലോ, ഞാൻ ഡോക്ടർ ശരത് കൃഷ്ണ. ആദ്യമേ നമുക്ക് പാൽ അതല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സ് അതിനെക്കുറിച്ച് നോക്കാം. ചീസ്, പല ചീസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, കിട്ടുന്നുണ്ട്. ചെഡാർ ചീസ്, അതുപോലെ തന്നെ മൊസറല്ല ചീസ്, കോട്ടേജ് ചീസ്, പനീർ, ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഐസ്ക്രീം കുറച്ചൊക്കെ ആവുന്നത് കൊണ്ടും കുഴപ്പമില്ല. പക്ഷേ പാല്, പാസ്ചറൈസ്ഡ് മിൽക്ക് മാത്രമേ കുടിക്കാനോ അതുകൊണ്ടുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഉപയോഗിക്കാനോ പാടുള്ളൂ. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നിന്ന് വരുന്ന ബാക്ടീരിയ ആയിട്ടുള്ള ഒരു ലിസ്റ്റീരിയ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. അത് ഇൻഫെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാലിൽ കൂടെ, അത് പശുവിൻ്റെതാവാം, ആടിൻ്റെതാവാം, ഏതാണെങ്കിലും ശരി, പാസ്ചറൈസ്ഡ് മിൽക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അഥവാ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പശുവിന്റെ ഒക്കെ പാലാണെങ്കിൽ അത് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ പ്രത്യേകം സൂക്ഷിക്കണം. ലിസ്റ്റീരിയ എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ്. അത് മദറിന് സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തലവേദന, ഛർദി, പനി, അതുപോലെ തന്നെ കുട്ടിയെയും അത് ബാധിക്കാവുന്ന, അതായത് അബോർഷൻ ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ് ഈ ലിസ്റ്റീരിയ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇറച്ചി അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ എല്ലാ മീറ്റ് ഐറ്റംസും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നന്നായിട്ട് വളരെയധികം കുക്ക് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് സാധനം, അതായത് കുക്ക് ചെയ്യുമ്പോൾ അതിന് ഉദ്ദേശിക്കുന്നതിൽ ബ്ലഡിന്റെ ഐറ്റം കാണാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പിങ്ക് കളർ ആയിട്ട് കാണാൻ പാടില്ല. അപ്പോൾ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഇറച്ചിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അസുഖം പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസത്തിലൊക്കെയാണ് ഗർഭിണികൾക്ക് വരുന്നതെങ്കിൽ ഗർഭം അലസി പോകാനുള്ള മിസ്കാരിയേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ലിവർ കഴിക്കുന്നതും പരമാവധി ഒഴിവാക്കുക. ലിവറിന്റെ അകത്ത് വൈറ്റമിൻ എ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. അത് കാരണം കുട്ടികളുടെ ആരോഗ്യം മോശമാവാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഇനി നമുക്ക് കഴിക്കാൻ നോക്കുന്നത് ഫിഷിനെ കുറിച്ചിട്ടാണ്. ഏതെല്ലാം ഫിഷ് കഴിക്കാം? പൊതുവെ 2 ടൈപ്പ് ഫിഷാണ് ഉള്ളത്. ഒന്ന്, മെർക്കുറി കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫിഷുകളുണ്ട്. അതായത് ചൂര, അതുപോലെ തന്നെ സ്രാവ്, കൊമ്പൻ സ്രാവ്, സാധാരണ സ്രാവ് ഏതെങ്കിലും ആയിക്കോട്ടെ, അതിനൊക്കെ തന്നെ മെർക്കുറി കണ്ടന്റുകൾ വളരെയധികം കൂടുതലായിട്ടാണ് കണ്ടുവരിക. അത് വളരുന്ന ഒരു കുട്ടിയെ മോശമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ടതാണ് ഓയിൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫിഷ്, ലൈക്ക് മത്തി, അതുപോലെ തന്നെ അയല, കോര, ഇതൊക്കെ ഓയിൽ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഓയിൽ കണ്ടന്റ് ഉള്ള ഫിഷ് കൂടുതൽ കഴിച്ചാൽ അതിൽ ചില ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. പറയുകയാണെങ്കിൽ ഡയോക്സിൻ അല്ലെങ്കിൽ PCB അഥവാ പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് എന്നൊക്കെ പറയുന്ന ടോക്സിക് മെറ്റീരിയൽസ് അതിലുണ്ടാവും. അത് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓയിലി ഫുഡ് ആണെങ്കിൽ, അതായത് മത്തി, അയലൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം കഴിക്കുന്നതല്ലേ, അതൊക്കെ അങ്ങനെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഡെയിലി എന്തായാലും കഴിക്കുന്നത് നല്ലതല്ല. നേരത്തെ പറഞ്ഞ മാതിരി സ്രാവ്, ചൂരയൊക്കെ തീരെ തന്നെ പരമാവധി കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു ഇഷ്യൂ ആണ് ഫിഷിൽ കൂടെ വരാവുന്ന ലിസ്റ്റീരിയ. നേരത്തെ പറഞ്ഞ ലിസ്റ്റീരിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ഫിഷ് കഴിക്കുന്നതും കാരണവും വരാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യണം. ഓക്കെ, എല്ലാ ഷെൽ ഫിഷ് ഐറ്റംസും കഴിക്കാവുന്നതാണ്. പക്ഷെ നന്നായിട്ട് കുക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ. ഷെൽ ഫിഷിൽ കൂടെയാണ് ലിസ്റ്റീരിയ വരാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ഒരു പരിധി വരെ പേടിക്കേണ്ട ആവശ്യം ഇല്ല. ഇനിയുള്ളതാണ് എഗ്, മുട്ട. റോ ആയിട്ടുള്ള, ചൂടാകാത്ത അല്ലെങ്കിൽ സെമി കുക്ക്ഡ് ആയിട്ടുള്ള ബുൾസൈ അങ്ങനെയുള്ള ഐറ്റംസ് കഴിവതും മാക്സിമം കഴിക്കാതിരിക്കുക. അത് റോ ആയിട്ട് അല്ലെങ്കിൽ സെമി കുക്ക്ഡ് ആയിട്ടുള്ള എഗ് കഴിക്കുന്നത് വഴി വരാവുന്ന ഒരു അസുഖമാണ് ഫുഡ് പോയിസൺ. ഓക്കെ, നമുക്ക് ആ പേര് സുപരിചിതമായിരിക്കും. സാൽമോണല്ല ഫുഡ് പോയിസണിങ്. അത് കുട്ടിയെ ബാധിക്കില്ല, പക്ഷെ മദറിന് അത് ഡയറിയ, വയറിളക്കം, പനി, ഛർദി എന്നിവയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അമ്മയുടെ ആരോഗ്യത്തെ ക്ഷീണം വരുത്താനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രം. പിന്നെ പ്രത്യേകമായിട്ടുള്ളത് മയോണൈസ്.
റോ എഗ് യോക്ക്, ലെമൺ, ഓയിൽസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനുപയോഗിക്കുന്ന എഗ് റോ എഗ് ആണെങ്കിൽ അത് മയോണൈസിന് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ മാർക്കറ്റിൽ കിട്ടുന്ന മയോണൈസിൽ ഒരുവിധം എല്ലാം തന്നെ ഈ ഒരു ഹീറ്റ് ട്രീറ്റഡ് ആയിട്ടുള്ള എഗ് കൊണ്ടായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകം നോക്കണം. ഹീറ്റ് ട്രീറ്റഡ് എഗ് ആണോ മാർക്കറ്റിൽ കിട്ടുന്നതെന്ന് മയോണൈസിൽ നിന്ന്. എന്നിരുന്നാൽ തന്നെ നമുക്ക് മയോണൈസിന്റെ യൂസ് ലിമിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഷവർമയും മറ്റും ഒക്കെ ഉണ്ടല്ലോ, അത് ലിമിറ്റ് ചെയ്യുക. കാരണം അതിനകത്ത് കാലറി കണ്ടന്റ് വളരെ കൂടുതലാണ് ഒന്ന്, പിന്നെ സോൾട്ടും കൂടുതലായിരിക്കും. അതുകൊണ്ട് പരമാവധി അത്തരത്തിലുള്ള ആഹാരങ്ങൾ ശീലിക്കാതിരിക്കുക, പരമാവധി ലിമിറ്റ് ചെയ്യുക. പിന്നെ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എങ്ങനെ എന്തെങ്കിലും പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും നമുക്ക് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പഴുത്ത പഴങ്ങൾ, നല്ല പഴുത്ത പഴങ്ങൾ എല്ലാം കഴിക്കാവുന്നതാണ്. പക്ഷെ വെജിറ്റബിൾസ് ഒക്കെ ആവുമ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ നന്നായി വാഷ് ചെയ്യണം, നന്നായിട്ട് വാഷ് ചെയ്യണം. അതിൽ മണ്ണിന്റെ അംശമോ ഒരു തരി പോലും ഉണ്ടാവാതെ നല്ല രീതിയിൽ കഴുകിയിട്ട് അത് നോക്കി കഴിക്കുന്നത് ഉത്തമമാണ്. പിന്നെ പീനട്സ് കഴിക്കാമെന്ന് ചോദിക്കാറുണ്ട്. പീനട്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡേറ്റ്സ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ചും പ്രമേഹം ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ചും പല സ്റ്റഡീസിലും കണ്ടിരിക്കുന്നത് അവസാനത്തെ ഒരു 2-3 മാസങ്ങളിൽ റെഗുലർ ആയിട്ട് ഡേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അത് പ്രസവ സമയത്ത് വേദന, ലേബർ പെയിൻ കൂടാനുള്ള മരുന്നുകളൊന്നും ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. സൂക്ഷിക്കേണ്ടത് ഡേറ്റ്സിന്റെ കാലറി കണ്ടന്റ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് ബേബിക്ക് ചിലപ്പോൾ ഒരു ഓവർ വെയിറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അതും ഒരു ലിമിറ്റഡ് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ടല്ല, ഒരു ഇന്റർവെൽ പീരീഡ് കൊടുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ് ചായ അല്ലെങ്കിൽ കോഫിയുടെ യൂസേജ്. കഫീൻ എന്നൊരു കണ്ടന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാനികരമാണ്. ഓക്കെ, ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു വളരുന്ന കുട്ടിക്ക് ഒരു ഡെയിലി ഒരു 200 മില്ലിഗ്രാമിൽ കൂടേണ്ട ആവശ്യമില്ല, കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്ലാസ് കോഫി കൂടുതലൊന്നും കഴിക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കഴിക്കാൻ പാടില്ല. ചായ ആണെങ്കിൽ മാക്സിമം 3 ഗ്ലാസ്, അതിൽ കൂടാൻ പാടില്ല. ഹെർബൽ ടീ ഒക്കെ ആണെങ്കിൽ മാക്സിമം 3 ഗ്ലാസ്, അപ് ടു 3 ഗ്ലാസ് വരെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്രധാനമായും അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എന്താണ് സൂക്ഷിക്കേണ്ടത്, അതിലെന്താണ് സൂക്ഷിക്കേണ്ടത് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ വീഡിയോയുടെ കമന്റ് ബോക്സിലേക്ക് കൊടുക്കാം. കൂടുതൽ വ്യക്തിഗതമായിട്ട് എന്തെങ്കിലും ചോദിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒരു ഫോം അവൈലബിൾ ആണ്, നോക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഇതൊരു ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും മറ്റൊരു വീഡിയോയിൽ കാണാം. കൂടെ കൂടുക, ഒരുപാട് അറിവുകൾ നേടാം.